നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. കുട്ടിക്കാലത്ത് സിനിമകൾ കാണാനായിട്ട് നേമത്ത് ഫാസുര എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായി സിനിമ കണ്ടു തുടങ്ങിയത് നേമം ഫാസുരയിലാണ്. ഇപ്പോൾ അത് എന്താ പറയുക, ഈ ചെറിയ ചെറിയ ചടങ്ങുകൾക്ക്, കല്യാണത്തിൻ്റെ ജാതകം മാറൽ, മോതിരം മാറൽ, അതിനൊക്കെ കൊടുക്കുന്ന ആഡിറ്റോറിയമായിട്ട് മാറി. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ തിയേറ്ററിലും സെൻട്രൽ തിയേറ്ററിലും അമ്മ കൊണ്ടുപോകുമ്പോൾ പത്മനാഭ തിയേറ്ററിൽ വരുന്ന എല്ലാം മെർലാൻഡിൻ്റെ അവരുടെ തിയേറ്ററാണല്ലോ, പുണ്യപുരാണ ചിത്രങ്ങളാണ് അമ്മ കാണിക്കുന്നത്. സെൻട്രൽ തിയേറ്ററിലാണെങ്കിൽ ഉദയായുടെ ചരിത്ര പടങ്ങൾ, വടക്കൻ പാട്ടുകൾ വരുന്ന പടങ്ങൾ. ഇത് കാണിക്കുമ്പോൾ ഈ സിനിമകൾ കാണാൻ വേണ്ടി സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോൾ, കൗതുകത്തോടെ നോക്കിയിരിക്കുമ്പോൾ, കുട്ടിക്കാലത്തെ ഞാൻ കൈയടിച്ച ഒരു ടൈറ്റിലായിരുന്നു സ്റ്റണ്ട് ത്യാഗരാജൻ എന്നെഴുതി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ സംഘട്ടനം പാപ്പി എന്നെഴുതി കാണിക്കുമ്പോൾ അറിയാതെ കൈയടിക്കുമായിരുന്നു ഞാനും എൻ്റെ അനുജനും കൂടി. നായകനേക്കാൾ, സംവിധായകനേക്കാൾ മനസ്സിൽ വില കൊടുത്തത് ത്യാഗരാജൻ മാഷിനായിരുന്നു. ആചാര്യനിൽ ഫൈറ്റ് എടുക്കാനായിട്ട് ത്യാഗരാജൻ മാഷ് വന്നപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു. മാഷ് നിന്ന് ചിരിച്ചു, എൻ്റെ ഒരു വലിയ ആരാധകനെ കണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ. ആദ്യമായി സിനിമ സംവിധാന സഹായിയായി പോയപ്പോഴും തിരക്കഥയുടെ കോപ്പി എടുക്കുമ്പോൾ, ഏത് പടത്തിൽ വർക്ക് ചെയ്താലും, ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പോലും ഞാൻ സിനിമയുടെ സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർമാരെ കൊണ്ട് കോപ്പി എടുപ്പിക്കില്ല, ഞാൻ തന്നെ എടുക്കും. രണ്ട് കാര്യങ്ങളും ഉണ്ടാവും. ഒന്ന്, നമ്മുടെ മനസ്സിലേക്ക് ആ കഥ അങ്ങ് പതിയും. രണ്ട്, നമുക്ക് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ എളുപ്പമാണ്, നമ്മൾ തന്നെ എഴുതുമ്പോൾ നമ്മുടെ കൈയക്ഷരാകുമ്പോൾ. അങ്ങനെ ഊഴത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി എടുത്തോണ്ട് അന്ന് 3 കാർബൺ വെച്ച് 3 കോപ്പി എടുക്കണം. ഇപ്പോൾ അല്ലേ ഫോട്ടോസ്റ്റാറ്റൊക്കെ വന്നേ, അല്ലെങ്കിൽ DTP പ്രിൻ്റൊക്കെ വന്നേ. അന്ന് 3 കാർബൺ ഷീറ്റ് വെച്ച് 3 കോപ്പി എടുക്കണം. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര സീനുകളിൽ ഫൈറ്റ് ഉണ്ട് എന്നാണ് ഞാൻ ആദ്യം ഊഴത്തിൽ ശ്രദ്ധിച്ചത്. ഒരു നാൾ ഫൈറ്റ് മാസ്റ്ററും സംഘവും ഹോട്ടലിന് മുന്നിൽ വന്നിറങ്ങി, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയി പിക്ക് ചെയ്തുകൊണ്ട് വന്നതാണ്. നീല ജീൻസിലുള്ള, സ്കൈ ബ്ലൂവിൻ്റെ കളറുള്ള നീല ജീൻസ് ഷർട്ടും അതേ കളറുള്ള പാൻസും ഇട്ട്, നല്ല വെളുത്ത പൊക്കം കുറഞ്ഞ, സംസാരിക്കുമ്പോൾ ചുണ്ടുകൾ കുട്ടികളെ പോലെ ഇങ്ങനെ ആക്കി ചുരുട്ടിപ്പിടിക്കുന്ന സുമുഖനായ ഒരാളാണ് ആ ഫൈറ്റ് മാസ്റ്റർമാരിൽ ക്യാപ്റ്റൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് മലേഷ്യ ഭാസ്കർ. ത്യാഗരാജ മാഷായിരിക്കും വരുന്നതെന്ന് ഞാൻ കരുതി. വന്നത് മലേഷ്യ ഭാസ്കർ. ചുരുക്ക സമയം കൊണ്ട് അദ്ദേഹം എൻ്റെ നല്ല കമ്പനിയായി. ചോദിക്കുന്ന മുറി തമിഴിൽ ഞാൻ ചോദിക്കുമ്പോൾ വ്യക്തമായി മലയാളവും തമിഴും ഇംഗ്ലീഷും കലർത്തിയ മറുപടികൾ, ആരെയും മുഷിപ്പിക്കാത്ത നല്ല പ്രകൃതം. മഴയത്ത് രാത്രി നടന്നു വരുന്ന ദേവൻ അവതരിപ്പിക്കുന്ന വിശ്വനെ പതിയിരുന്ന് ആക്രമിക്കുന്ന ഗുണ്ടകൾ. ആദ്യമെടുത്ത ഫൈറ്റ് സീൻ, ഞാൻ വർക്ക് ചെയ്ത ആദ്യത്തെ ഫൈറ്റ് സീൻ അതാണ്. നേരം വെളുക്കും വരെ ഫയർ എഞ്ചിനിൽ നിന്നും വരുന്ന തണുത്ത വെള്ളം ദേഹമാസകലം എന്താ പറയുക നനച്ചിട്ടും ഒരു മടിയും കൂടാതെ മാഷിനൊപ്പം ഞാൻ ഓടിച്ചാടി നടന്നു. ഒരുപക്ഷെ ആദ്യ സിനിമ ആയതുകൊണ്ടുള്ള ആവേശം കൂടിയാകാം. അടുത്ത ഫൈറ്റ് തിരുവനന്തപുരത്ത് പേയാട് ചന്തയിലാണ്. ദേവനും മുകേഷും സിനിമയിലെ ജ്യേഷ്ഠാനുജന്മാരാണ്. പക്ഷേ 2 ചേരിയായി നിന്ന്, ട്രേഡ് യൂണിയനിൽ ഈ CITUവിലും INTUCയിലൊക്കെ പ്രവർത്തിക്കുന്ന 2 ചേരിയായി നിന്ന് ഏറ്റുമുട്ടുന്ന ഒരു കൂട്ടത്തല്ലാണ് പേയാട് ചിത്രീകരിച്ചത്. മലേഷ്യ ഭാസ്കർ എന്ന മാസ്റ്ററുമായി ആ ബന്ധം വളർന്നു. മദ്രാസ് ചെല്ലുമ്പോഴൊക്കെ എവിടെയെങ്കിലും വെച്ചൊക്കെ മാസ്റ്ററെ കാണും, സംസാരിക്കും. എൻ്റെ പൊട്ട തമിഴും തമാശയും ആസ്വദിച്ച് അദ്ദേഹം ചിരിക്കുമായിരുന്നു. ബദ്ധവൈരികളായ ബാലനും രാജുവും ഏത് സിനിമയിലാണെന്ന് നിങ്ങൾക്കറിയാമെന്നാണ് എൻ്റെ വിശ്വാസം, താഴ്വാരം. അപ്പോൾ ബദ്ധവൈരികളായ ബാലനും രാജുവും താഴ്വാരത്ത് കിടന്ന് ജീവൻ മരണ നാടൻ തല്ല് താഴ്വാരത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. അത് കണ്ടിട്ടുള്ളവരാരും മലേഷ്യ ഭാസ്കർ എന്ന സ്റ്റണ്ട് മാസ്റ്ററെ മറക്കാനിടയില്ല. എനിക്ക് ഏറ്റവും മാസ്റ്ററുടെ ഫൈറ്റ് ഇഷ്ടപ്പെട്ടത് താഴ്വാരത്തിലെ ഫൈറ്റാണ്. നാടനടി നല്ല രസമായിട്ട് ചെയ്തു. ബാലനായിട്ട് മോഹൻലാലും രാജുവായിട്ട് മറ്റേ സലിം ഗൗസ് നല്ല രസമായിട്ട് ഭരതൻ ചിത്രീകരിച്ച ഫൈറ്റായിരുന്നു അത്. ജോഷി സാറിൻ്റെ കൂടെ കുറേ സിനിമകൾക്ക് മലേഷ്യ ഭാസ്കർ വർക്ക് ചെയ്തു. അദ്ദേഹം കമ്പോസ് ചെയ്തിരുന്നു നല്ല ഫൈറ്റുകൾ, ജോഷി സാർ പറയുന്ന അനുസരിച്ച്. ജോഷി സാറിൻ്റെ പടത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ പോയി അങ്ങനെ പോയെന്ന് സാറ് തന്നെ പറയും.
സിനിമയിലെ ഫാസിൽ, സിദ്ദിഖ് മുതലായവർ സിനിമകളിലും മലേഷ്യ ഭാസ്കർ ആയിരുന്നു ഫൈറ്റ് മാസ്റ്റർ. തെന്നിന്ത്യൻ ഭാഷകളിലൊക്കെ സംഘടന സംവിധാനം ഒരുക്കിയ മാസ്റ്റർ പുതിയ ജനറേഷൻ്റെ കടന്നുവരവോടെ ഒന്ന് ഒതുങ്ങിക്കൂടി എന്ന് പറയാം. എന്തായാലും താഴ്വാരത്തിലെ നാടൻ തല്ലു മാത്രം മതി മലേഷ്യ ഭാസ്കർ എന്ന സംഘടന സംവിധായകനെ ഓർക്കാൻ. കഴിഞ്ഞ വാരം അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ട മാസ്റ്ററായിരുന്നു മലേഷ്യ ഭാസ്കർ. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നമസ്കാരം. സിനിമാ വാരഫലം പുതിയ ലക്കം. എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ പ്രോഗ്രാമുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് സിനിമാ വാരഫലമാണ്. എന്നോട് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ 8 കഥ പറയുമ്പോൾ അത് 8 എപ്പിസോഡാക്കാമായിരുന്നു. നിങ്ങൾ ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ലേ ഒരു എപ്പിസോഡ്, നിങ്ങൾ 8 എപ്പിസോഡ് ചെയ്തെങ്കിൽ 8 എണ്ണത്തിൻ്റെ പൈസ കിട്ടില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ സിനിമാ വാരഫലം ആ ആഴ്ച നടക്കുന്ന എല്ലാ സംഭവങ്ങളും അതിൽ തന്നെ പറഞ്ഞങ്ങ് തീർക്കും. കഴിഞ്ഞ ആഴ്ചത്തത് എനിക്ക് തോന്നുന്നു 21,000 30,000 ഒക്കെ കണ്ടു. എനിക്കതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട്. സിനിമ പോലെ തന്നെ സീരിയലും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഒരുപാട് കാലം നല്ല ശമ്പളം എനിക്ക് നേടിത്തന്നതാണ് സീരിയലുകൾ. സഹസംവിധായകനായും തിരക്കഥാകൃത്തായും PR ആയും പിന്നെ സംവിധായകനായും സീരിയലുകളിൽ ഒരിക്കൽ ഞാൻ നിറഞ്ഞു നിന്നവനാണ്. അമ്പലക്കര UP സ്കൂളും കുഞ്ഞമ്മയും കൂട്ടുകാരുമൊക്കെ ഞാൻ തിരക്കഥ എഴുതുമ്പോൾ 3 ദിവസം കൊണ്ടാണ് അന്നത്തെ കാലത്ത് ദൂരദർശനിൽ പോകുന്ന ഈ സീരിയൽ, ആഴ്ചയിൽ ഒരിക്കൽ പോകുന്ന സീരിയൽ 3 ദിവസം കൊണ്ടാണ് ചിത്രീകരിക്കുന്നത് ഒരു എപ്പിസോഡ്. വലയമായപ്പോൾ ഭംഗിയായി ഒരു എപ്പിസോഡ് ഒരു ദിവസം എടുക്കണം എന്നായിരുന്നു കാശ് മുടക്കാതെ നിർമ്മാതാവായ ചതിയൻ എന്നോട് പറഞ്ഞത്. അത് നടക്കുമോ എന്ന എൻ്റെ സംശയത്തിന് ഭംഗിയായി ദിനേശിന് അത് എടുക്കാനാവുമെന്ന് ആ ദ്രോഹി ഉറപ്പും തന്നു. 50 എപ്പിസോഡ് ആകുമ്പോഴേക്കും ദിവസം 2 എപ്പിസോഡിലേക്കും പിന്നെ 2.5-3 എപ്പിസോഡിലേക്കുമൊക്കെ പോകാനായി. കാരണം ഒരുപാട് പരസ്യങ്ങളുള്ളതുകൊണ്ട് 20 മിനിറ്റ് മതി ദൂരദർശനിൽ. വലയത്തിന് ഒരുപാട് പരസ്യം ഉണ്ടായിരുന്നു. എന്നോട് എത്ര പേര് ഇങ്ങോട്ട് വിളിച്ച് മാതൃഭൂമി നടക്കം ഞങ്ങൾക്കൊരു സ്ലോട്ട് വാങ്ങിത്തരാമോ എന്ന് ചോദിച്ചാൽ അത്രയും ജനപ്രിയമായിരുന്നല്ലോ എൻ്റെ വലയം. ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ 2-2.5 എപ്പിസോഡ് വരെ ഞാൻ എടുക്കുമായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിത്രീകരിക്കുന്നവനാണ് കേരളത്തിലെ വലിയ സംവിധായകൻ. സീരിയൽ രംഗത്ത് അങ്ങനെയാണ്, അല്ലാതെ അതിൻ്റെ ക്വാളിറ്റി ഒന്നും നോക്കാറില്ല. ഭംഗിയായി 1-1.5 എപ്പിസോഡൊക്കെ എടുക്കുന്നവനെ ഒരു ചാനലിനും വേണ്ട, നിർമ്മാതാക്കൾക്കും വേണ്ട എന്നതാണ് അവസ്ഥ. 10-100 എപ്പിസോഡിനിടയിൽ 1/2 ഡസൻ സംവിധായകരെ മാറ്റുന്ന കാലമാണിപ്പോൾ. ഞാൻ നാളെ ഉണ്ടോയെന്ന് ഇന്ന് അതിൻ്റെ സംവിധായകൻ അറിയാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആരെങ്കിലും കഷ്ടപ്പെട്ട് ഒരു കഥയുണ്ടാക്കി തിരക്കഥയാക്കി ഒരു നിർമ്മാതാവ് പറയുന്നതൊക്കെ ചെയ്ത് സംവിധായകനായി സീരിയലിന് തുടക്കമിടും. 25 എപ്പിസോഡ് തികയുന്നതിന് മുമ്പ് അവനെ മാറ്റി വേറൊരുത്തം പാര വെച്ച് കയറിപ്പറ്റും. അവനെ പാര വെച്ച് മറ്റൊരു വേന്ദ്രൻ കയറിപ്പറ്റും. ഇങ്ങനെ പിൻവാതിലിൽ കൂടി മാത്രം കയറി വർഷത്തിൽ 365 ദിവസവും ലൊക്കേഷൻ ഫുഡ് അടിക്കുന്ന മഹാന്മാരായ സംവിധായകന്മാർ തിരുവനന്തപുരത്തുണ്ട്. ഒരു ദിവസവും ഈ സംവിധായകൻ ഫ്രീ അല്ല. കാരണം ഒരു സീരിയലിൽ നിന്നാൽ അടുത്ത സീരിയലിൽ നല്ലൊരു ഡയറക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവനെ പാര പണിഞ്ഞ് നിർമ്മാതാവിന് കുപ്പി വാങ്ങിച്ചു കൊടുത്ത് പറയുന്ന പണിയൊക്കെ ചെയ്ത് അത് വെട്ടിപ്പിടിക്കും. അങ്ങനെ 365 ദിവസവും സീരിയൽ ലൊക്കേഷനിൽ ഫുഡ് അടിക്കുന്നവന്മാരെ എനിക്കറിയാം, ആളുകളൊക്കെ എനിക്കറിയാം. ഇവനൊക്കെ ഒരു എപ്പിസോഡിന് 5,000 രൂപ മുതൽ 17,000 രൂപ വരെ വാങ്ങി നിർമ്മാതാവിനെ കുത്തുപാളയടിപ്പിക്കുന്നവരും നല്ല ലാഭം നേടിക്കൊടുക്കുന്നവരും പറ്റിപ്പ്, കുതികാൽ വെട്ട്, കൂട്ടിക്കൊടുപ്പ്, പാരപണിയൽ തുടങ്ങിയ കലാപരിപാടികൾ ഭംഗിയായി ചെയ്തു കൊടുക്കുന്ന ആശാന്മാരും ഇതിനിടയിലുണ്ട് മലയാളത്തിൽ. അതൊന്നും ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. മാന്യമായി ജോലി ചെയ്യുന്നവർ മലയാള സീരിയൽ രംഗത്ത് വിരളമാണ് എന്ന് ഞാൻ പറയും. ആരെ പറ്റിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കാശ് കിട്ടിയാൽ മതി എന്ന് തുറന്നു പറയുന്നവരും ഉണ്ട്. കുറച്ച് ഡിസിപ്ലിനൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരും ഇതിനിടയിൽ കുറച്ച് പേരെങ്കിലും ഉണ്ട്. അതാണ് ഒരു സന്തോഷം. എന്നെ ഇന്ന് രാവിലെ ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാൻ വരുന്നതിന് മുമ്പായിട്ട് എന്നെ ഒരു കലാസംവിധായകൻ വിളിച്ചു. അന്നാ സീരിയൽ രംഗത്തെ ദുരിത കഥകൾ എനിക്ക് കുറേ പറയാനുണ്ട്. 8 മണിക്കൂർ കള്ളപ്പണിയെടുക്കുന്ന ബംഗാളിക്ക് കേരളത്തിൽ 1,100-1,200 രൂപയാണ് ശമ്പളം. പക്ഷേ 16 മണിക്കൂർ പണിയെടുക്കുന്ന
മേക്കപ്പ് അസിസ്റ്റൻ്റ്, ആർട്ടിസ്റ്റിൻ്റെ, സംവിധാന സഹായി, ഇവർക്കൊക്കെ തുച്ഛമായ വേതനമാണെണ്ണ. താങ്കൾ ഇതൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ വികാരാധീനായി. അയാൾ ആവശ്യമില്ലാതെ സെൻറ്റിമെൻറ്റ്സ് അടിച്ചു എന്നാണ്. ഭയങ്കരമായിട്ട് വികാരം കൊണ്ട് എന്നോട് ആ കലാസംവിധായകൻ സംസാരിച്ചു. ഒരു സംവിധായകൻ്റെയോ തിരക്കഥാകൃത്തിൻ്റെയോ കലാസംവിധായകൻ്റെയോ ഛായാഗ്രാഹകൻ്റെയോ ജോലി വെട്ടിപ്പിടിക്കില്ല ഞങ്ങൾ എന്ന് നിങ്ങളാദ്യം ഉറപ്പ് പറ, പിന്നെ ശിഷ്യന്മാരെ പറ്റി പറയാമെന്ന് ഞാൻ അയാളെ ചൂടാക്കാനായിട്ട് പറഞ്ഞു. ഒരു സംവിധായകനും ഞാൻ പാരവയ്ക്കില്ല, അല്ലെങ്കിൽ ഒരു കലാസംവിധായകനും പാരവെച്ച് ഞാൻ ആ വർക്ക് പിടിക്കില്ല എന്ന് ഉറപ്പ് തരാമെന്ന് നീ പറയാമെന്ന് പറഞ്ഞ പാവം എവിടുന്നെങ്കിലുമൊക്കെ വരുന്ന വിടക്ക് നായികമാർക്ക് 15,000-വും 20,000-വും കൊടുക്കാൻ ഒരു മടിയുമില്ല ഇവിടുത്തെ നിർമ്മാതാക്കൾക്ക്. കാരണം ചാനലുകാർക്ക് വേറെ ഒരുപാട് ഗുണമുണ്ട്. അതുകൊണ്ട് എവിടുന്നെങ്കിലുമൊക്കെ മലയാളം പോലും അറിഞ്ഞാത്തതിനെയൊക്കെ കൊണ്ടുവന്നാണ് ഐറ്റംസുകളാണല്ലോ ഇപ്പം മലയാളത്തിലെ സീരിയലിലെല്ലാം അഭിനയിപ്പിക്കുന്നത്. ഇവിടുത്തെ മുതലാളിമാർക്കെന്നൊക്കെ കുറേ ഞാൻ പറഞ്ഞു വെച്ചു. നിൻ്റെയൊക്കെ മുതലാളിമാർ ഇപ്പോൾ ഇതല്ലേ ചെയ്യണത് എന്നൊക്കെ ചോദിച്ചിട്ട് 15,000-വും 20,000-വും ഒക്കെ തൊഴിലുറപ്പുള്ളതിൻ്റെ പേരിൽ എണ്ണി കൊടുക്കാൻ അറിയാമെങ്കിൽ അസിസ്റ്റന്റുമാർക്ക് പൈസ വാങ്ങിച്ചു കൊടുക്കാൻ നിനക്കൊക്കെ എന്താ കഴിയാത്തതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ പറഞ്ഞു. ഫെഫ്കയുടെ TV യൂണിയൻ വന്നിട്ടും മിനിമം കൂലി നിശ്ചയിക്കാതെ പോകുന്നതും 8 മണിക്കൂർ കഴിഞ്ഞാൽ അധിക വേതനം നൽകണം എന്നതുമൊക്കെ നടപ്പിലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാകാം എന്ന് ഞാൻ ചോദിച്ചു. 5,000 വാങ്ങുന്ന മേക്കപ്പ് മാറ്റിയാൽ 2,000-ന് ഞാൻ ഭംഗിയായി ചെയ്യാം സാറേ എന്ന് പറയുന്നിടത്ത് യൂണിറ്റും ഡീസലും ബാറ്റിയും എല്ലാം കൂടി ഒരുത്തൻ 20,000 രൂപ പാക്കേജ് പറഞ്ഞാൽ ഞാൻ 15,000-ന് ഇതൊക്കെ ചെയ്തു തരാമെന്ന് പറയുന്നിടത്തും എന്ത് സുരക്ഷിതത്വമാണ് കിട്ടുന്നതെന്ന് ഞാൻ ആ കലാസംവിധാനോട് ചോദിച്ചു. ഭയങ്കര ഭാരവയ്പ്പാണ് ഇതിനകത്ത് നടക്കണേ. 20 ദിവസം ജോലി ചെയ്താൽ അടുത്ത 30 ദിവസം കഴിഞ്ഞുള്ള ചെക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. മിക്കവാറും ആ ചെക്ക് വണ്ടി ചെക്കുമായിരിക്കും. അങ്ങനെയുള്ള ഈ നാട്ടിൽ എന്ത് യൂണിയൻ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, സാറേ ഡോക്ടർ ജനാർദ്ദനൻ സാറാണ് ഇത്തിരിയെങ്കിലും നേരും നിറയുമുള്ള നിർമ്മാതാവും സംവിധായകനും എന്നാണ് ഈ പരാതി പറഞ്ഞ പാവം എന്നോട് പറഞ്ഞത്. ഒരു പുല്ലും നടപ്പിലാക്കാത്ത സംഘടനകളെ ആദ്യം പിരിച്ചുവിടണം അണ്ണാ എന്ന് പറഞ്ഞാണ് ആ പാവം ഫോൺ വെച്ചത്. 1000 എപ്പിസോഡ് പോയാലും അയ്യോ എനിക്കൊന്നും കിട്ടിയില്ല, ഭയങ്കര നഷ്ടമായിരുന്നു, ഭാര്യയുടെ കെട്ടുതാലി വരെ ഞാൻ വിറ്റിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയുന്ന കള്ളന്മാരുള്ള നാടാണ് ഇവിടെ. 1000 എപ്പിസോഡ് പോയാലും പറയും 10 പൈസ കിട്ടിയില്ല. പക്ഷേ ഈ തിരുവനന്തപുരം സിറ്റിക്ക് കിട്ടാവുന്ന എല്ലാ വീടും വസ്തുവും ഫ്ലാറ്റും കാറും എല്ലാം വാങ്ങിക്കൂട്ടും. ഷൂട്ടിങ്ങിനുള്ള 5 കാർ അവിടെ ഉണ്ടെങ്കിൽ 5 കാർ വാങ്ങിക്കും. എഡിറ്റിങ്ങിന് സ്റ്റുഡിയോക്ക് പൈസ കൊടുക്കാതിരിക്കുക, സ്വന്തമായി എഡിറ്റിങ് തുടങ്ങും. യൂണിറ്റ് എടുക്കും, ക്യാമറ എടുക്കും, എല്ലാം എടുക്കും. പക്ഷെ ചോദിക്കുമ്പോൾ പറയണത് 1000 എപ്പിസോഡ് പോയെന്നൊക്കെ നിങ്ങൾ പറയുന്നു, 10 പൈസ കിട്ടിയിട്ടില്ല. ഞാൻ തെണ്ടി കുത്തുപാള എടുത്ത് നിൽക്കുന്നതേ പറയൂ. ഒരൊറ്റ നിർമ്മാതാവും ഇതുവരെ എനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല തിരുവനന്തപുരത്ത്. എന്തായാലും ആ കലാസംവിധായകൻ പാവം എൻ്റെ വായിരുന്ന കുറേ കേട്ടു. എന്നെ വിളിക്കുന്നവരിൽ പലരും കുശലത്തിനിടയിൽ തിരക്കും, ചേട്ടാ മറ്റേ കക്ഷിയായിട്ടുള്ള പ്രശ്നം തീർന്നോ? എനിക്ക് ആളിനെ മനസ്സിലാവുമെങ്കിലും ഞാൻ അറിയാത്തവരൊക്കെ ഏത് കക്ഷി? ചേട്ടാ ഒന്നും അറിയാത്ത പോലെ നമ്മുടെ ശബ്ദം കൊടുക്കുന്ന നടിയുമായുള്ള പ്രശ്നം തീർന്നോ? എൻ്റെ പൊന്നു സ്നേഹിത, ഭാഗ്യലക്ഷ്മി വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതാണ്. അവർ ഒരാളെ കരിയായിൽ ഒഴിച്ച ദിവസം എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അവരെ വിമർശിക്കുന്ന സ്റ്റോറി വന്നു. അവർ കരുതി ഇത് പ്ലാൻ ചെയ്താണ് രണ്ടുപേരും കൂടെ. ആ വിജയകുമാർ എന്ന് പറഞ്ഞ കരിയായിൽ ദേഹം മുഴുവൻ കുളിക്കേണ്ടി വന്ന വിജയകുമാറും ഞാനും കൂടി പ്ലാൻ ചെയ്ത് ചെന്നെന്നാണ് അവർ വിചാരിച്ചത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വിജയകുമാറിനെതിരെ മൊഴി കൊടുത്തപ്പോഴും അവർ പറഞ്ഞത് ദിലീപ് കൊടുത്ത കാശ് കൊണ്ട് ദിനേശാണ് ഇയാളെ വിലക്കെടുത്തത്. അവസാനം വിജയകുമാറിനോട് പോലീസുകാർ മഹസർ എഴുതും മുമ്പേ ചോദിച്ചു, ശാന്തിയുള്ള ദിനേശിനെ അറിയാമോ? അറിയാം. പരിചയമുണ്ടോ? പിന്നെ നല്ല പരിചയമുണ്ട്. എത്ര കാലമായി പരിചയമുണ്ട്? ഒരു 10-35 വർഷമായിട്ട് പരിചയമുണ്ട്. അവസാനമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് എത്ര ദിവസം വരും? ഒരു 20 വർഷം വരും സാറേ. എന്നോട് വിജയകുമാർ പറഞ്ഞതാ. എവിടുന്നോ തപ്പിപ്പിടിച്ച് എൻ്റെ നമ്പർ എടുത്ത് എന്നെ വിളിച്ചു. മിനിമം 20 വർഷം വരും സാറേ. കാരണം ഇവൻ ഫിലിം മാഗസീനിൽ രവികുമാറും വിജയകുമാറും കൂടെ ചേർന്ന് സെറ്റുകൾ കവർ ചെയ്യാൻ വരികയായിരുന്നു. അങ്ങനെ എഴുന്നള്ളത്തിൻ്റെ സെറ്റിൽ വെച്ചതാണ് ഞാൻ പരിചയപ്പെട്ടത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഇവരെ രണ്ടുപേരെയും. രവികുമാറിനെയും കണ്ടിട്ടില്ല. രവികുമാർ പിന്നെ ആരുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ പോയി. ഈ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട വിജയകുമാറാണ് ഈ കരിയോയിൽ ദേഹം മുഴുവൻ കുളിക്കേണ്ടി വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഭാഗ്യലക്ഷ്മി സംശയിച്ചത് ദിലീപിൻ്റെ പൈസ വാങ്ങിച്ചില്ല. എനിക്ക് പിന്നെ അതല്ലേ ജോലി, ദിലീപിൻ്റെ പൈസ വാങ്ങിക്കും.
ആ പൈസ കൊണ്ട് വിജയകുമാറിനെ കസ്റ്റഡിയിലെടുത്തിട്ട് ഇവരെ പറ്റി 4 തെറി പറ എന്ന് പറഞ്ഞ് പറയിച്ചു എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അതാണ് പ്രശ്നം. ആർക്കും തെറ്റിദ്ധരിക്കാമല്ലോ. ഞാനിത് തന്നെ എന്നെ വിളിച്ച ആളിനോടും പറഞ്ഞു. വിജയകുമാറിൻ്റെ അളിഞ്ഞ സ്റ്റോറി വരികയും ഇവർ കരിയോയിലൊഴിക്കുകയും കൂട്ടിന് 2 കൂതറകളെ കൂടെ കൂട്ടുകയും ചെയ്യുമെന്നൊന്നും സത്യമായിട്ട് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ല. ടൈമിങ് ശരിയായില്ല, എൻ്റെ സ്റ്റോറി കയറി വന്നു. ഞാൻ സത്യസന്ധമായി അവർ തിരുത്തുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ തിരുത്തട്ടെ എന്ന് കരുതി. അവർ തിരുത്തിയതുമില്ല. വീണ്ടും വീണ്ടും എന്നെക്കുറിച്ച് കുറേ അപരാധ കഥകൾ പറഞ്ഞു വച്ചു. എൻ്റെ സമയദോഷം കൊണ്ട് എൻ്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പൻ വരെ കമ്മ്യൂണിസ്റ്റുകാരിയാക്കി. എന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനുമാക്കി. എനിക്കതിലൊന്നും ഒരു പ്രയാസമില്ല. ആനാവൂർ നാഗപ്പനല്ല, ഗോവിന്ദ മാഷല്ല, ഇനിയിപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ബേബി സഖാവ് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവണമെങ്കിൽ ഇവരെയൊക്കെ സർട്ടിഫിക്കറ്റ് എന്തിന്? ഞാനിതൊന്നും കാര്യമായിട്ട് എടുക്കുന്നവനല്ല. തെറ്റ് ചെയ്യാത്തവൻ എന്തിന് കാര്യമായിട്ട് എടുക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. എൻ്റെ സ്റ്റോറി ശരിയാണെന്ന് ഒരാളെങ്കിലും അക്കാലത്ത് ശരിവെച്ചു. അവരുടെ മുൻ ഭർത്താവായ രമേശ്. സുപ്രീം കോടതി വരെ കേസ് നടത്താൻ എത്ര തുക ചിലവാക്കേണ്ടി വന്നാലും ഞാൻ തരും എന്ന് വരെ എന്നോട് രമേശ് പറഞ്ഞു. രമേശ് മരിച്ചതുകൊണ്ട് ഇവർ പറഞ്ഞു ഞാൻ ഗുണ്ടടിക്കുകയാണെന്ന്. ഞാൻ എൻ്റെ വയലിൽ പോയിട്ട് ഒരു വൈകുന്നേരം ആക്റ്റീവ് ഓടിച്ച് വരുമ്പോൾ ചന്നം പിന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നു. അപ്പോൾ എൻ്റെ ഫോൺ കിടന്ന് റിങ് ചെയ്യുന്നു. ഞാനൊരു കടയുടെ സൈഡിൽ വണ്ടി ഒതുക്കി വെച്ചിട്ട് കടത്തണി കയറുന്നിട്ട് ഈ നമ്പറിലേക്ക് വിളിച്ചു. എൻ്റെ കയ്യിലില്ല രമേശിൻ്റെ നമ്പർ. അപ്പോൾ വിളിച്ചപ്പോഴാണ് പറയുന്നത് ഞാൻ ഇന്ന ആളാണെന്ന്. ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു പുള്ളിയോട്. അപ്പോഴാണ് പുള്ളി എന്നോട് പറഞ്ഞത് സുപ്രീം കോടതി വരെ പോകണമെങ്കിലും ദിനേശിന് അതിൻ്റെ മുഴുവൻ ചിലവും ഞാൻ തരാം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അതൊന്നും വാങ്ങേണ്ടി വന്നില്ല, വാങ്ങിക്കില്ല. അതിനു മുമ്പേ അദ്ദേഹം പോവുകയും ചെയ്തു. എന്നാലും എന്നോട് അങ്ങനെ പറയാനുള്ളൊരു മനസ്സ് അദ്ദേഹം കാണിച്ചല്ല. പിന്നെ ഒരിക്കലും ഞാനവരെ ഒന്നും പറയാൻ പോയിട്ടില്ല. അവർ മനസ്സിലാക്കട്ടെ സ്വയം എന്ന് ഞാൻ തീരുമാനിച്ചു. നമ്മളെ സിനിമാക്കാർ കലാകാരന്മാർ മരിച്ചാൽ കൊണ്ട് കിടത്തുന്ന ഭാരത് ഭവനിൽ വെച്ചും ഇപ്പോൾ സർക്കാർ നടത്തിയ കോൺക്ലേവ് നടക്കുന്ന ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചും ഒക്കെ ഒരു പീറ ചെറുക്കനെ അവർ ഇളക്കി വിട്ടു. പറയടാ 4 പറയടാ ഉടക്കടാ എന്ന് പറഞ്ഞിട്ട് ആ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധി ചെറുക്കൻ വന്ന് ഉടക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ഞാൻ മിണ്ടാതെ സംയമനം പാലിച്ചു. കാരണം കേസ് നടക്കുകയല്ലേ. പക്ഷേ ഞാനത് കണക്കിലെടുത്തില്ല എങ്കിലും നമുക്ക് ഈ വീഡിയോ ഒക്കെ വാദസമയത്ത് ഉപയോഗിക്കാമെന്ന് എൻ്റെ വക്കീൽ പറഞ്ഞപ്പോഴും എന്തിന് അതൊന്നും വേണ്ട എന്നാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. അവർ ഇളക്കട്ടെ, നന്നായി, ആരെങ്കിലുമൊക്കെ ഇളക്കി വിടട്ടെ എന്ന് വിചാരിച്ചു. കാരണം തനിയൊരു എന്താ പറയുക വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു സ്ത്രീ കാണിക്കുന്ന അബദ്ധമാണതൊക്കെ. കേസിൽ വാദിയും പ്രതിയായിട്ട് നിൽക്കുന്ന ആളിനെ ഞാൻ എൻക്ലേവിനിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നു ഇവരും ആ പീറ ചെറുക്കനും കൂടെ. എന്നിട്ട് അവൻ്റെ പറയാം മൈക്ക് വാങ്ങിച്ച് പറയടാ നാമം മൈക്ക് വാങ്ങിച്ച് വെച്ചിട്ട് പറയാണ് ഇവിടെ മരിച്ചുപോയവരെ അപമാനിക്കുന്ന ചില യൂട്യൂബർമാരുണ്ട്, അവരുടെ പേരിൽ കർക്കശ നടപടി എടുക്കണം, അതിലൊരാൾ ഇവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മിണ്ടാതിരുന്ന് എന്നെ അല്ല എന്നുള്ളത് എന്നെയാണ് പറയുന്നത്. ഞാൻ കേട്ടോണ്ടിരുന്നു, അല്ല എന്ത് പറയുന്നേ. മരിച്ച ഒരാളെ പറ്റി ഞാൻ മോശം പറയില്ല, നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരിച്ചുപോയ എംബോക്കി യോഗ്യനാണ് അത് കേൾക്കാൻ. അതാണ് എൻ്റെ പക്ഷം. മരിച്ചവരെ എല്ലാം നല്ലവരായി പറയണമെന്ന് പറഞ്ഞാലൊന്നും ഞാൻ പറയില്ല. പോക്കൃത്തനം കാണിച്ചിട്ടുണ്ടെങ്കിൽ പോക്കൃത്തനം കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയും. എന്നിട്ടും ഞാൻ സംയമനം പാലിച്ചു. ഒരുപാട് കഥകൾ എനിക്കറിയാമെങ്കിലും ഞാൻ വെട്ടിച്ചുരുക്കി കളഞ്ഞു. എനിക്ക് വേണമെങ്കിൽ അതൊക്കെ എടുത്ത് എൻ്റെ വക്കീലിനെ ഏൽപ്പിക്കാം. ഈ സ്ത്രീ ചെയ്യുന്നത് ഇങ്ങനെ ഇത്രയും സ്ഥലം നിയമസഭയ്ക്കകത്ത് ശങ്കരനാരായണ തമ്പി ഹാളിൽ ആയിരക്കണക്കിന് പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് കിടക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നിടം തന്നെ, ഞാനും ബെന്നി ആശംസയും കൂടി ഇരിക്കുന്ന പല്ലിശ്ശേരിയും കൂടി ഇരിക്കുന്നിടത്ത് ഇവർ വന്ന് നിൽക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ്. അത് ഈ എന്താ പറയുക കൊതിക്കറ് എന്നൊക്കെ പറയില്ലേ, നാടൻ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവർ കാണിക്കുന്നതാണ്. അവർ കാണിക്കട്ടെ എന്ന് ഞാൻ ചിരിച്ചോണ്ടിരുന്നു. ഇപ്പോഴും എൻ്റെ ചിന്ത എന്തിനാണ് അവരെന്നെ ശത്രുപക്ഷത്ത് നിർത്തിയത് എന്നാണ്. പുതിയ ചാനൽ ഗതി പിടിക്കാൻ എന്നെപ്പറ്റി 4 പറഞ്ഞാൽ ഗുണമുണ്ടാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് എനിക്ക് മെസ്സേജ് ഇട്ട സ്ത്രീയാണ്. ഞാൻ അവരെ പറ്റി ആ പ്രോഗ്രാം ചെയ്തപ്പോൾ എനിക്കിട്ട മെസ്സേജ് എങ്ങനെയാണ്, എന്നെ തെറി പറഞ്ഞുകൊണ്ട് ദിനേശിന് 4 കാശ് കിട്ടുമെങ്കിൽ അതായിക്കോട്ടെ എന്ന് മെസ്സേജ് ഇട്ടിട്ട് പിറ്റേ ദിവസം ചെന്ന് മുഖ്യമന്ത്രിക്ക് കേസ് കൊടുത്ത ബുദ്ധിമതിയാണവർ. ഇതൊന്നും പറയാനല്ല ഞാൻ ഇറങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയത്. എനിക്കവരോട് വിരോധമൊന്നുമില്ല കേട്ടോ. ഒരു വിവരം കെട്ട ഒരു സ്ത്രീ അവരിങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അതിൻ്റെ കൂട്ടത്തിൽ എന്നെയും പറയുന്നു എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ.
മൺമറഞ്ഞ യേശുദാസിനെയും മൺമറഞ്ഞു പോയ എം ടി വാസുദേവൻ നായരെയും തെറി വിളിക്കുന്നവനാണ് ദിനേശ് എന്ന് അഭിമുഖം കൊടുത്ത ആളാണ്. ആ ക്ലിപ്പിംഗ്സ് എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ എം ടി സാർ മരിച്ചിട്ടില്ല. ഇവർ ആവേശം മൂത്ത് പറഞ്ഞതാ. മൺമറഞ്ഞു പോയവരെ പോലും വെറുതെ വിടുന്നില്ല. എം ടി വാസുദേവൻ നായരെയും യേശുദാസിനെയും ഒക്കെ ഈ ദിനേശ് ചീത്ത വിളിക്കുന്നു. അപ്പം അത്ര ഉള്ളെന്നേ അവർ പാവം. പോട്ടെ, ഇതൊന്നും സത്യത്തിൽ പറയാനല്ല ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇപ്പോൾ അവരൊരു പരാതി പരസ്യമായി പറയുന്നു. നമ്മുടെ രഞ്ജിത്ത് നിർമ്മിച്ച തുടരും എന്ന സിനിമയിൽ ശോഭനയ്ക്ക് വേണ്ടി ശബ്ദം കൊടുത്തത് അവരായിരുന്നു. ശോഭനയ്ക്ക് അവരാണല്ലോ ശബ്ദം കൊടുക്കാറ്. കൃത്യമായി ശമ്പളവും വാങ്ങിപ്പോയി. ഈ നിർമ്മാതാവ് രഞ്ജിത്താണെങ്കിൽ ഇക്കാര്യങ്ങളിൽ വളരെ നീറ്റാണ്. ജോലി ചെയ്യുന്നവൻ്റെ കൂലി കൃത്യമായിട്ട് കൊടുക്കുന്ന മനുഷ്യനാണ്. പണിയെടുക്കുന്നവർക്ക് കൃത്യമായി പ്രതിഫലം നൽകിയിരിക്കണം. അത് നമ്മൾ പട്ടിപ്പലിശക്കെടുത്താണോ കൊടുക്കുന്നതെന്ന് പോലും ഓർക്കാതെ അല്ലെങ്കിൽ പിന്നെ തരാടെ എന്ന് പറയേയില്ല രഞ്ജിത്ത്. ശോഭനയുടെ ലളിത എന്ന കഥാപാത്രം ഒരു തമിഴെത്തിയാണ്. ശോഭനയുടെ ശബ്ദം തന്നെ മതിയെന്ന് സംവിധായകൻ തരുൺ മൂർത്തിക്കോ സംവിധായകനേക്കാൾ എല്ലാം ശ്രദ്ധിക്കുന്ന രഞ്ജിത്തിനോ തോന്നിയതായി കണ്ടില്ല. ശോഭനയുടെ തമിഴ് കലർന്ന മലയാളം രസകരമാണ് കേൾക്കാൻ. എല്ലാം കഴിഞ്ഞപ്പോൾ ശോഭന പറഞ്ഞത്രേ, ഈ കഥാപാത്രത്തിന് ഞാൻ തന്നെ ശബ്ദം കൊടുക്കാം. അക്കാര്യം ചുമ്മാതാകാൻ വഴിയില്ല. ആദ്യമേ ശോഭന ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 ലക്ഷം രൂപയെങ്കിലും രഞ്ജിത്തിന് ലാഭമായേനെ. കാരണം അവർക്ക് ഭാഗ്യലക്ഷ്മിക്ക് കൊടുക്കണ്ടല്ലോ. പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ രഞ്ജിത്ത് നല്ല സാമ്പത്തിക ഞെരുക്കത്തിലുമായിരുന്നു. കൈവിട്ടു പോയി. 100 കോടി രൂപ ചിലവായപ്പോൾ കയ്യിൽ പൈസ ഇല്ലാതെ കടമെടുത്തൊക്കെയാണ്, പലിശക്കെടുത്താണ്, പലിശക്കെടുത്താണ് ആ പടം തീർത്തത്. ശോഭന വന്ന് ഡബ് ചെയ്തു. പടം റിലീസായി, സൂപ്പർ മെഗാ ഹിറ്റായി. രഞ്ജിത്ത് എന്താ പറയുക, ശതകോടീശ്വരനുമായി. ഇനി രഞ്ജിത്തിനെ തോൽപ്പിക്കാൻ ഈ ജന്മമാക്കും കഴിയില്ല. അയാൾ പൈസ ദുർവ്യയം ചെയ്യുന്ന, വാരി വലിച്ചെറിയുന്ന, അല്പത്തരം കാണിക്കുന്ന ഒരു ആളല്ലല്ലോ. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിൻ്റെ കാര്യം ജീവിതത്തിൽ സേഫായി. അപ്പോൾ എത്തിക്സിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മളെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് പറയുന്നത്. എത്തിക്സിനെ പറ്റി പറയാൻ പറ്റിയ ആളെ പറയണേ. ശോഭന ഡബ് ചെയ്തോട്ടെ. എന്നോടൊരു വാക്ക് ശോഭനയ്ക്ക് പറയാമായിരുന്നു. ഇതാണ് ഇപ്പോഴവർ പറയുന്ന പരാതി. ന്യായമായ പരാതിയാണ്. എന്തായാലും ശോഭനയ്ക്ക് വിളിച്ച് പറയാമല്ലോ, അല്ലെങ്കിൽ രഞ്ജിത്തിനെ വിളിച്ച് പറയാമായിരുന്നു. രഞ്ജിത്തും ചക്കയും ഈച്ചയും പോലെയാണ് രഞ്ജിത്തും ഭാഗ്യലക്ഷ്മി. രഞ്ജിത്ത് വിളിച്ചിട്ട്, ഭാഗ്യ ചേച്ചി, നിങ്ങളെ ഡബ് ചെയ്ത പോർഷൻ നിങ്ങൾ പൈസ തന്നല്ലോ, അതോടെ അത് തീർന്നു, ഞാനത് മാറ്റുകയാണ്, പകരം ശോഭന തന്നെ സ്വന്തം ശബ്ദം കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു. എന്തോ രഞ്ജിത്ത് ആ തിരക്കിനിടയിൽ പറയാൻ വിട്ടുപോയി കാണും. അല്ല എങ്കിൽ പടം തുടങ്ങുമ്പോൾ നന്ദി കാർഡ് എഴുതി കാണിക്കുമ്പോൾ അതിലൊന്ന് ഭാഗ്യലക്ഷ്മിയുടെ പേരിട്ടാൽ മതിയായിരുന്നു. അത് ചെയ്തില്ല. ഞാൻ ഭാഗ്യലക്ഷ്മിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. നാഗവല്ലി പറയുന്ന തമിഴ് പേച്ചും അലറി കരച്ചിലും ഒക്കെ ചെയ്തതാരാ? മണിച്ചിത്രത്താഴിൽ. തമിഴ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് രംഗത്തെ പ്രശസ്തയായ ഭാഗ്യലക്ഷ്മിയെ പോലും, അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മിയേക്കാൾ പ്രശസ്തയായ ദുർഗ എന്ന് പറഞ്ഞ സ്ത്രീയാണ് നാഗവല്ലിക്ക് ഡബ് ചെയ്തത്. മണിച്ചിത്രത്താഴിൽ ഗംഗയേക്കാൾ നാഗവല്ലിയാണ് സ്കോർ ചെയ്തതെന്ന് ഏത് പൊട്ടക്കണ്ണനും പറയും. 1993 മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ഭാഗ്യലക്ഷ്മിയും മികച്ച നടിയായി ശോഭനയും തിരഞ്ഞെടുക്കപ്പെട്ടു. വർഷങ്ങൾ പലതും കടന്നുപോയ ശേഷം സംവിധായകൻ ഫാസിൽ തുറന്നു പറഞ്ഞപ്പോഴാണ് ജനം അറിയുന്നത് നാഗവല്ലിക്ക് ദുർഗ എന്ന തമിഴിലെ ഡബ്ബിംഗ് രംഗത്തെ 1ാം നിരക്കാരിയാണ് ശബ്ദം നൽകിയത് എന്ന്. തുറന്നു പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. സർക്കാരിൻ്റെ അവാർഡിനായി സമർപ്പിക്കാൻ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോഴെങ്കിലും ശോഭന എന്നെഴുതിയിട്ട് ഡബ്ബിംഗ് ഭാഗ്യലക്ഷ്മി ദുർഗ എന്ന് വയ്ക്കാത്തത് ഫാസിലിൻ്റെ തെറ്റെന്ന് പറയാം. ഫാസിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. അവാർഡ് കിട്ടിയപ്പോഴെങ്കിലും ദുർഗയെ വിളിച്ച്, ഈ സംസ്ഥാന അവാർഡ് ഞാൻ വീതം വയ്ക്കുന്നില്ല, എന്നാലും തമിഴ് പേച്ച് നന്നായി ചെയ്ത നിനക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ എന്നൊരു വാചകം പറയാനുള്ള ഒരു എത്തിക്സ് മേഡം കാണിച്ചു. എന്നിട്ടാകാമായിരുന്നു ശോഭനയെ കുറ്റപ്പെടുത്തുന്നത്. ശോഭന അവാർഡൊന്നും വാങ്ങിച്ചിട്ടില്ല. അവരവരെ ക്യാരക്ടർ ഞാൻ തന്നെ ഡബ് ചെയ്തോളാം എന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. കാര്യങ്ങൾ പുരിഞ്ചതാ. അതാണ് ഈ എത്തിക്സ് എന്നുള്ള കാര്യം നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആലോചിക്കേണ്ടത് 100 വട്ടം എന്ന് ഞാൻ പറയും. അടുത്ത കഥ. എല്ലാം അറിയാം, എന്നാൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ കണക്കാണ് പലപ്പോഴും ഈ തലയിൽ കണ്ണട വെച്ച സംഘടനയിലെ 4, 3, 7 പേരുള്ള സംഘടനയിലെ പലരും വച്ച് കാച്ചുന്ന പല വാചകങ്ങളും. അവരെന്ത് പറയുന്നു എന്ന് അവർക്ക് തന്നെ അറിയില്ല. സ്ത്രീകൾക്ക് വേണ്ടി, സിനിമയ്ക്ക് വേണ്ടി തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളെ കോർണർ ചെയ്യുന്നു,
ഒതുക്കുന്നു എന്നൊക്കെ ചിലപ്പോഴൊക്കെ ഈ ഒരു ഉള്ളുള്ളി ഉണ്ടാകുമ്പോഴൊക്കെ ഈ തലയിൽ കണ്ട ചെറിയ കിടന്ന് അലറിക്കരയാറുണ്ട്. ഊളയുടെ ഔദാര്യം വേണ്ട എന്നൊക്കെ ഫെഫ്കയുടെ തലവനെ ക്യാമറ കാണുമ്പോൾ വിളിച്ചു പോകുന്ന ഐറ്റംസുകൾക്കൊക്കെ ആരെങ്കിലും ഇനി ഞങ്ങളെ ഈ ഊള എന്ന് വിളിച്ചതുകൊണ്ട് ഈ സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാക്കളോ ഞങ്ങളെ അടുത്തൊരു പടത്തിന് വിളിക്കുമോ എന്നുള്ള ബോധം അവർക്കുണ്ടായിരുന്നെങ്കിൽ വാ ഒരു അടിപൊളി റോൾ തരാം എന്ന് ഏതെങ്കിലും ഊള എന്ന് വിളിച്ചാൽ കൊടുക്കുമോ? ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ കൊടുക്കുമോ? എന്നെ ഊള എന്ന് വിളിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഞാൻ മനോഹരമായ ഒരു വേഷം തരാം എന്ന് പറയുമോ? പറയില്ല. നിർമ്മാതാക്കളുടെ സംഘടന പറയോ? രഞ്ജിത്ത് പറയോ? രാകേഷ് പറയോ? ആൻഡ്രോ ജോസഫ് പറയോ? ആരും പറയില്ല. ശിവൻ പറയോ? ഇല്ല. അതാണ് നിങ്ങൾ ഒതുങ്ങിപ്പോയത്. കാരണം ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിലൊക്കെ കണ്ണുമടച്ചുകൊണ്ട് മാന്യമായി ജീവിക്കുന്നവരെ ഊളെ എന്നൊക്കെ വിളിച്ചാൽ അങ്ങനെ ഊളത്തരം കാണിക്കുന്നവർ നമുക്ക് വേണ്ട എന്ന് അവരും വയ്ക്കും. അതാണ് പ്രശ്നം. ബുദ്ധിജീവികളാണ് തങ്ങളെന്ന് സ്വയം മാർക്കിടുന്ന ഐറ്റംസുകൾ ആയതുകൊണ്ടും അവർ പറയുന്നത് മുഖ്യമന്ത്രി അല്ലാതെ സജി ചെറിയാൻ പോലും വില കൊടുക്കില്ല എന്നതിനാലും പോട്ടേന്ന് വയ്ക്കാം. മുഖ്യധാരാ സിനിമയിൽ നിൽക്കുന്ന അനന്യയെ പോലൊരു നടി, അനന്യയെ നിങ്ങൾക്കറിയാമല്ലോ, ഈ തലയിൽ കണ്ട വെച്ച ബാച്ചുകൾ പറയുന്ന തരത്തിൽ വച്ച് കാച്ചരുത് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് അനന്യയോട് പറയാനുള്ളത്. അനന്യ പറയുന്നത് സ്ത്രീ കേന്ദ്രീകൃത സിനിമകളിൽ നിന്നും നിർമ്മാതാക്കൾ പിന്മാറുന്നു. എന്തിനാണ് ഈ ഭയം എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് അനന്യ പറയുന്നത്. അനന്യക്ക് മാത്രം പിടികിട്ടുന്നില്ല ഈ സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്ന്. പിണറായി പറയും പോലെ സിനിമയെപ്പറ്റി അനന്യയ്ക്ക് ഒരു ചുക്കും അറിയില്ല എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. 1928 വിഗതകുമാരൻ മുതൽ 2025 അവസാനം ഇറങ്ങാൻ പോകുന്ന സിനിമ വരെ വച്ചോ, 97 വർഷത്തിനിടയിൽ ഒരു ഉദ്ദേശ കണക്ക് പറഞ്ഞാൽ 15,000-ഓളം അടുത്ത് വരും മലയാള സിനിമകൾ ഇറങ്ങിയിട്ട്. ഈ 97 വർഷത്തിനിടയിൽ 15,000-ഓളം വരാം. അതിൽ റിലീസായ സിനിമകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ 100 എണ്ണമെങ്കിലും വരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. സ്ത്രീ മുഖ്യ കഥാപാത്രമാകുന്ന 100 സിനിമ പോലും ഉണ്ടായിട്ടില്ല. ഒരു നല്ല തങ്കയോ അധ്യാപികയോ തുലാഭാരമോ തുടങ്ങി കണ്ണെഴുതി പൊട്ടും തൊട്ട് ഹൗ ഓൾഡ് ആർ യു വരെ ഒരു 10-20 സിനിമകൾ കാണും സ്ത്രീ കേന്ദ്രീകൃത വിഷയത്തിൽ വന്നത്. ഒരു പെണ്ണിൻ്റെ കഥയും വായുവമായവും അടക്കം, അല്ലെങ്കിൽ കല്ലുകൊണ്ടൊരു പെണ്ണടക്കം കൂട്ടിയാലും ഈ 20 എണ്ണത്തിനകത്തേ വരൂ എന്നാണ് എൻ്റെ പക്ഷം. കള്ളിച്ചെല്ലമ്മ, റൗഡി രാജമ്മ, ബീഡി കുഞ്ഞമ്മ, കല്ല് കാർത്തിയായനി മുതലായ സ്ത്രീനാമ സിനിമകൾ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. അതിലെല്ലാം നായകനും തുല്യതയുള്ള സിനിമകളായിരുന്നു. സ്ത്രീപക്ഷ സിനിമയായ തുലാഭാരത്തിൽ പ്രേം നസീറും മധുവും തെക്കുറിശിയും അടൂർവാസിയും ഒക്കെയുള്ള സിനിമയായിരുന്നു. മിസ് കുമാരി നായികയായ നല്ല തങ്കയിൽ യേശുദാസിൻ്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫും വൈക്കം മണിയും ഒക്കെ ഉണ്ടായിരുന്നു. അവരന്ന് സൂപ്പർ താരങ്ങളായിരുന്നു. അധ്യാപികയിലാണെങ്കിൽ പത്മിനിയായിരുന്നു നായിക. പക്ഷേ മധുസാറും തെക്കുറിശിയും കൊട്ടാരക്കരയും ഒക്കെ മുഖ്യവേഷത്തിലുണ്ടായിരുന്നു. എന്തിന്? രാജകുമാറിൻ്റെ കണ്ണെഴുതി പൊട്ടും തൊട്ടിൽ തിലകനും ബിജുമേനനും ഇല്ലായെങ്കിൽ, അബ്ബാസും ഇല്ലായെങ്കിൽ ആ സിനിമ ഇങ്ങനെ ആവുമോ? അഭിനയ പ്രതിഭകളായ അല്ലെങ്കിൽ എന്താ പറയുക, കട്ടയ്ക്ക് നീക്കാൻ കഴിയുന്ന തിലകനെ പോലെ ഒരാൾ ആ വേഷം ചെയ്തില്ല എങ്കിൽ മഞ്ജു വാര്യർ ചെയ്തതുകൊണ്ട് മാത്രം ആ സിനിമ നിൽക്കില്ല. അത് മഞ്ജു വാര്യരുടെ സിനിമയാണെന്നാണ് പറയാറ്. എന്നാൽ നല്ല ലാഭം നേടുകയും ചെയ്തു. പക്ഷേ അതിൽ തിലകനും ബിജുമേനനും അബ്ബാസും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, കലാഭവൻ മണി ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. തലയിൽ കണ്ണട വെച്ച നേതാക്കളിൽ ഒരാളായ അഞ്ജലി മേനോൻ തങ്ങളോടൊപ്പമുള്ള പാർവതി തിരുവോത്തിനെ അടക്കം വെച്ച് മുഖ്യ വേഷക്കാരിയാക്കി ഒരു സിനിമ എടുക്കാത്തത് എന്താ? പുളിക്കും അനന്യ. നിങ്ങൾ അത് ആലോചിക്കാത്തത്? WCCയിൽ നിൽക്കുന്ന അഞ്ജലി മേനോൻ വിചാരിക്കുകയാണ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെയും ദുൽഖറിൻ്റെയും ഒന്നും സിനിമ ഞാൻ ഇനി ചെയ്യില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് പൃഥ്വിരാജ് ഒന്നും വേണ്ട, ഞാൻ പെണ്ണുങ്ങളെ വെച്ച് പ്രധാന വേഷം ചെയ്യിച്ച് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റാക്കുമെന്ന് അവരെന്താ വിചാരിക്കാത്തത്? പൊളിക്കും. അതുകൊണ്ടാണ് അവർ വിചാരിക്കാത്തത്. എന്തിനാണ് വായിക്കുന്നത് എന്നൊക്കെ അനന്യ ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ 10 പൈസയുടെ ചിലവില്ലല്ലോ. കാശ് മുടക്കുന്നവൻ മുടക്കുമുതലും ലാഭവും പ്രതീക്ഷിക്കും അനന്യ. അതിനെയാണ് അനന്യ ഭയമായി പറയുന്നത്. അതാണ് യാഥാർത്ഥ്യം. അനന്യ നിങ്ങളത് മനസ്സിലാക്കണം. കാശ് മുടക്കുന്നവൻ ഇപ്പോൾ 5 കോടി മുടക്കിയാൽ എനിക്ക് 5 കോടിയും ബാങ്ക് പലിശയെങ്കിലും കിട്ടണമെന്ന് ഞാൻ വിചാരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന സ്ത്രീപക്ഷ സിനിമകളിലേക്ക്
പ്രേക്ഷകരെ അല്ല നിർമ്മാതാക്കൾ പോകാത്തത്. അടുത്ത കഥ പറയണോ വേണ്ടത് ഞാൻ ആലോചിച്ചതാണ്. ഈ അടുത്ത കാലത്ത് എനിക്കൊരാൾ ഒരു ചിത്രം അയച്ചു തന്നു. വലിയൊരു കൂട്ടിക്കിടക്കുന്ന ഒരു ഭീമൻ കടുവയുടെ പടമാണ്. ആ കടുവ കിടക്കുന്ന കൂടിൻ്റെ നെറ്റിൻ്റെ മറുവശത്ത് വെളിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നിൽക്കുന്നു. അദ്ദേഹം കടുവയുടെ സ്റ്റിൽ എടുക്കുകയാണ്. ഇതാണ് ചിത്രം. നെറ്റിനപ്പുറത്ത് കടുവയും ഇപ്പുറത്ത് നമ്മുടെ പ്രധാനമന്ത്രി ക്യാമറ വെച്ച് സ്റ്റില്ലെടുക്കുന്നു. അതിന് താഴെ ഒരു വരി എഴുതിയിരിക്കുന്നതാണ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചത്. ഈ രാജ്യത്തെ രക്ഷിക്കണമെന്ന് കടുവയ്ക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഈ കമ്പി വലയാണ് രാജ്യത്തെ രക്ഷിക്കാൻ പറ്റാത്തതിന് കാരണം, തടസ്സമായി നിൽക്കുന്നത് ഈ കമ്പി വലയാണ് എന്നാണ് വാചകം. ഞാനിങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് ആലോചിച്ച് ഈ വാചകം ഉണ്ടാക്കിയവനെ പറ്റി. ഒരു പ്രധാനമന്ത്രിയുടെ ഭരണത്തിലെ അമർഷമുള്ള ആളാകാം ഈ കോട്ടിങ് എഴുതിയത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ എതിർക്കുന്ന മറ്റേതെങ്കിലും പാർട്ടിയിലുള്ള ആളുമാകാം. പ്രധാനമന്ത്രിയുടെ പാർട്ടിയിലെ ഈ പോസ്റ്റ് മോഹിക്കുന്ന ഒരാളിൻ്റെതും ആകാൻ വേണമെങ്കിൽ ഈ പോസ്റ്റ്. എന്തായാലും ചിന്തനീയമായ പോസ്റ്റായിരുന്നു. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നത് ശരിയായ കാര്യമാണ്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ ഓരോന്നും കാണാം. കേരള ഘടകത്തെ പുച്ഛത്തോടെ കാണുന്നു എന്ന് മാത്രമല്ല, BJP പോലും നന്നായി ഉൾക്കൊള്ളാത്ത നമ്മുടെ നേതാവ് സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, മോഡിജിയോടുള്ള ആരാധന കൊണ്ടാണ് ഞാൻ BJPക്കാരൻ ആയതെന്ന്. മോഡിയെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള നാടാണ് ഇവിടെ. അദ്ദേഹത്തെ എതിർക്കുന്ന ശത്രുവായി കാണുന്ന ലക്ഷങ്ങളും ഉണ്ടാകാം. അങ്ങനെ ആകണം കാര്യങ്ങളെ കാണാൻ. ഇതൊക്കെ ഇവിടെ ഓർമ്മിപ്പിച്ചത് പഴയ നടനും ഇപ്പം മറ്റെന്തോ പൂജയോ മന്ത്രവാദമോ ഒക്കെ പൂജാരിയോ ഒക്കെ ആയി മാറിയ കവിരാജിൻ്റെ ഒരു ന്യായീകരണ വാർത്ത കേട്ടപ്പോഴാണ്. കവിരാജ് ഞാൻ അവസാനമായി ചെയ്ത നിഴൽ കണ്ണാടിയിൽ ഒരു നല്ല വേഷം ചെയ്ത ആളാണ്. അകാലത്തിൽ നിന്നുപോയില്ലായിരുന്നെങ്കിൽ നല്ല ക്യാരക്ടറായിരുന്നു നിഴൽ കണ്ണാടിയിൽ ഞാൻ കവിരാജിന് കൊടുത്തത്. കവിരാജിൻ്റെ പരാജയം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, അയാളുടെ തലമുടിയും താടിയും ഈർഷ്യത്തോടെയുള്ള മുഖഭാവമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നല്ല നടനാണ്, കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കും, നന്നായിട്ട് അഭിനയിക്കും, പിന്നെ ഒരു ശല്യവും സെറ്റിലുണ്ടാക്കില്ല. അങ്ങനെയുള്ള കവിരാജിനെ പറ്റി ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് കവിരാജ് അഭിനയ രംഗം വിട്ടു പോയെന്ന്. അതിനേക്കാൾ പറയുന്ന ന്യായമാണ് അഭിനയ രംഗം വിടാനുള്ള കാരണമായിട്ട് കവിരാജ് പറയുന്നതാണ് വിചിത്രമായ സംഗതി. കൂതറ എന്ന് പറഞ്ഞ സിനിമയാണത്രേ തനിക്കിനി അഭിനയിക്കേണ്ട എന്ന തീരുമാനം കവിരാജിനെ കൊണ്ടെടുപ്പിച്ചത്. കൂതറ ഒരു കൂതറയായിരുന്നുവെന്ന് പറയാൻ പ്രത്യേക വൈദഗ്ധ്യമൊന്നും വേണ്ട. ഒരു കൂതറ സിനിമ തന്നെയാണ് കൂതറ. അതിലെന്തിനാ മോഹൻലാൽ അഭിനയിച്ചത് എന്നൊക്കെ കവിരാജ് ചോദിക്കുന്നു. ബിഗ് ബോസ് പോലെ തന്നെ കാശിനാണ് ഈ കൂതറകൾ ചെയ്തതെന്ന് ഇനി ആരെങ്കിലും പറഞ്ഞു തരണോ കവിരാജേ എന്നാണ് എനിക്ക് ചോദിക്കുക. അത് മോഹൻലാലല്ല, കവിരാജിന് തന്നെ സ്വയം തീരുമാനിക്കാന്നുള്ളതല്ലേ. ബിഗ് ബോസ് പോലുള്ള കൂതറ പരിപാടികളിൽ കോടികൾ കിട്ടുമെന്നുള്ളത് കൊണ്ട് അവതാരകനായി പോകുന്നത് പോലെ തന്നെ കൂതറ പോലുള്ള കൂതറ സിനിമകളിൽ അഭിനയിച്ചാലും കോടികൾ കിട്ടുമെന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. അതിനിപ്പോൾ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അവിടെ അടുത്തിടെ അത്തരം കൂതറകൾ എത്രയോ മോഹൻലാൽ എന്ന പ്രതിഭ കാശിനായി മാത്രം ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. എന്ന് കരുതി കവിരാജ് അഭിനയ മേഖല വിട്ടുപോയത് കൂതറ സിനിമ കാരണമാണെന്ന് പറഞ്ഞാൽ അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പറയും. ഇനിയിപ്പോൾ കവിരാജിന് ഇഷ്ടപ്പെട്ടാലും ശരിയില്ലെങ്കിൽ ശരി. കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറഞ്ഞ കണക്ക് അർഹിക്കുന്ന വേഷങ്ങൾ കിട്ടാതെ പോയപ്പോൾ വിട്ടുപോയി എന്ന് തന്നെയാണ്. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് വേഷങ്ങൾ കിട്ടിയില്ല, ഞാനതുകൊണ്ട് അവസാനിപ്പിച്ചു എന്ന് പറയുന്നതിന് പകരം മോഹൻലാൽ കൂതറ പോലുള്ള സിനിമകളിൽ അഭിനയിച്ചതുകൊണ്ട് ഞാൻ അഭിനയമേ മടുത്തു, ഞാൻ അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കവിരാജെ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഒരു കഥ കൂടെ പറയാം. ഞാൻ മോഹൻ രൂപ് എന്ന് പറഞ്ഞൊരു സംവിധായകൻ മരിച്ചുപോയി. അദ്ദേഹം എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാ എന്ന ഒരു സിനിമ എടുക്കുകയാണ്. ഒരുപാട് കാലം കാത്തിരുന്ന ശേഷം എങ്ങനെയോ തട്ടിക്കൂട്ടി മോഹൻ രായിന് കിട്ടിയ സിനിമയാണ്, മോഹൻ രൂപിന് കിട്ടിയ സിനിമയാണ്.
അസിസ്റ്റന്റ് ഡയറക്ടറായി കയറിപ്പറ്റാൻ ഓരോരുത്തരുടെ വാതിൽ മുട്ടുന്ന കാലത്ത് തിരുവനന്തപുരത്ത് പടിഞ്ഞാറക്കോട്ടയിലുള്ള ഹോട്ടൽ സാരംഗിൽ സ്ഥിരമായി താമസിക്കുന്ന മോഹൻ രൂപിനെയും പോയി കണ്ടിട്ടുണ്ട് ഞാൻ. എൻ്റെ ഒരു ജ്യേഷ്ഠൻ മരിച്ചുപോയി, ആ ചേട്ടൻ പറഞ്ഞിട്ടാണ്, എൻ്റെ ഒരു അപ്പൻ ചേട്ടൻ, അപ്പൻ എന്ന് വിളിക്കുന്ന അപ്പൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടത്. പ്രഗത്ഭരായ മറ്റു പലരും ഇരിക്കാനോ കയറിയിരിക്കുക എന്ന് പറയാനോ ഗേറ്റ് തുറക്കാനോ ഉള്ള മര്യാദ കാണിക്കാത്ത ഇടത്തിൽ മോഹൻ രൂപ് എന്നെ റൂമിൽ കയറ്റിയിരുത്തി. നട്ടുച്ചയ്ക്ക് വേർത്ത് കുളിച്ച് വന്നതിനാൽ ചായയൊക്കെ വാങ്ങിത്തന്നു. അതിനുശേഷമാണ് എന്തിനാ വന്നത് എന്നുള്ള കാര്യം പോലും അദ്ദേഹം തിരക്കിയത്. ആ സ്നേഹം അദ്ദേഹം മരിക്കുന്നതുവരെ ഞാൻ പ്രകടിപ്പിച്ചിരുന്നു മോഹൻ രൂപിനോട്. അദ്ദേഹം അത് എന്നോട് തന്നെ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഒരു ചിത്രത്തിലും അദ്ദേഹത്തോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അതിനിടയിൽ ട്രാക്ക് മാറി പലരെയും കണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും പെട്ടെന്ന് വളർന്നല്ല. ഞാൻ സംവിധാനം സഹായിക്കുകയും സംവിധാന സഹായിയായി മാറുകയും പെട്ടെന്ന് തന്നെ അസോസിയേറ്റ് ഡയറക്ടർ ആവുകയും തിരക്കിലേക്ക് പോവുകയും ഒക്കെ ചെയ്തതിനാൽ കാണുമ്പോൾ കുറേ കുശലം പറയും, പിരിയും. 1996 മോഹൻ രൂപ് എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാ എന്ന സിനിമ തുടങ്ങാൻ പോകുന്നു എന്നറിഞ്ഞു. എന്നെ വിളിച്ചു, ദിനേശേ അസോസിയേറ്റായി നീ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്ക് 10,000 രൂപ അഡ്വാൻസ് തന്നു. സംവിധാന സഹായികളെപ്പോലും ഞാനാണ് വച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. പടം തുടങ്ങാറായപ്പോൾ എനിക്ക് ആ പടത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥ. ജെ.സി. സാറിൻ്റെ പുതിയ സീരിയൽ തുടങ്ങുന്നു. ഞാൻ വേറെ ഏറ്റുപോയി അഡ്വാൻസ് വാങ്ങിപ്പോയി എന്നൊന്നും എനിക്ക് സാറിനോട് പറയാൻ പറ്റില്ല, പറയില്ല ഞാൻ. അതാണ് പ്രശ്നം. ഞാൻ ഇക്കാര്യം വിളിച്ച് മോഹൻ രൂപിനോട് വ്യക്തമായി പറഞ്ഞു. അതെന്ത് പണിയാ ദിനേശേ, നീ അഡ്വാൻസ് വാങ്ങിയതല്ലേ, ഞാൻ ജെ.സി. ചേട്ടനോട് വിളിച്ച് പറയാം എന്നൊക്കെയായി മോഹനേട്ടൻ. ഞാൻ വഴങ്ങിയില്ല. എനിക്ക് ജെ.സി. സാറിൻ്റെ സിനിമയായാലും സീരിയലായാലും വിട്ടുവരാനാകില്ല, എനിക്കെൻ്റെ അച്ഛനെ പോലെയാണ് എന്നൊക്കെ ഞാനും പറഞ്ഞു. ഒടുവിൽ മോഹൻ രൂപ് വഴങ്ങി. ഒരു നിബന്ധനയോടെയാണ് അദ്ദേഹം സമ്മതിച്ചത്. ദിനേശിന് പകരം ഒരു നല്ല ആളെ ദിനേശ് തന്നെ എനിക്ക് ഫിക്സ് ചെയ്ത് തരണം. ഞാൻ പറഞ്ഞു, പിന്നെന്താ, അത് ഞാൻ ഏറ്റു. അക്കാലത്തെ ശ്രദ്ധേയരായ സഹസംവിധായകരിൽ ഒരാളാണ് പിന്നീട് സംവിധായകനായി ശ്രദ്ധേയനായ ബ്ലസ്സി. ഞാൻ ബ്ലസ്സിയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഉടനെ മറുപടി വന്നു, അത് വേണ്ട ദിനേശേ, എൻ്റെ സിനിമാ ചിന്തകൾ മറ്റൊരു തരത്തിലാണ്, എന്നാലും ദിനേശ് എന്നെ ഓർത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരം അവസാനിപ്പിച്ചു. അദ്ദേഹം ആ പടം വർക്ക് ചെയ്തില്ല. അപ്പോൾ എനിക്ക് ബ്ലസ്സിയോട് നീരസം തോന്നിയെങ്കിലും എക്സ്ക്യൂസ് മീ ഏത് കോളേജിൽ ആ തിയേറ്ററിൽ കയറി കണ്ടപ്പോൾ ബ്ലസ്സിയോട് എനിക്ക് ബഹുമാനം തോന്നി. തന്മാത്രയും പ്രണയവും പലവട്ടം കണ്ടപ്പോൾ ആ ബഹുമാനം ആരാധനയായി മാറി എന്നത് ഞാൻ ഒളിച്ചു വയ്ക്കുന്നില്ല. കാരണം ഒരു കൂതറ പടമായിരുന്നു എക്സ്ക്യൂസ് മീ. അതിൽ അത്തരം ഒരു സിനിമയിൽ നിന്ന് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യില്ല, എൻ്റെ ചിന്തകളൊക്കെ വേറെയാണ് ദിനേശ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് വലിയ ബഹുമാനം തോന്നി. ബ്ലസ്സിയുടെ ആടുജീവിതത്തിന് ദേശീയ പുരസ്കാരം ഒന്നും കിട്ടാതെ പോയപ്പോൾ ഇവിടെ മേജർ രവി അടക്കം മതത്തിൻ്റെ കണ്ണിലൂടെ എല്ലാം കാണുന്ന മഹാന്മാർ ഈ ചിത്രത്തെ അവഹേളിച്ചപ്പോൾ അതിനെതിരെ നമ്മൾ വാരഫലത്തിലൂടെ പ്രതികരിച്ചിരുന്നു. ബ്ലസ്സി കണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ബ്ലസ്സി വീണ്ടും ഒരു കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. ദേശീയ അവാർഡുകളൊന്നും ആടുജീവിതത്തിന് ലഭിക്കാതെ പോയപ്പോൾ ഞാൻ പ്രതികരിക്കാത്തത് ED പേടി കൊണ്ടാണത്രേ. ED പേടിച്ചിട്ടാണ് ഞാൻ ദേശീയ അവാർഡ് കിട്ടാത്തതിനെ എതിരെ പ്രതികരിക്കാത്തത് എന്നാണ് ബ്ലസ്സി പറയുന്നത്. സർക്കാരിനെ പറ്റിച്ച് വളഞ്ഞ വഴിയിൽ കണക്കിൽപ്പെടാത്ത കാശുണ്ടാക്കുന്നവരല്ലേ ബ്ലസ്സി EDയെയും GSTയെയും ആദായ നികുതിയെയും ഒക്കെ പേടിക്കേണ്ടത് എന്നാണ് എനിക്ക് ബ്ലസ്സിയോട് ചോദിക്കാനുള്ളത്. ബ്ലസ്സിയുടെ കൈവശം ബ്ലാക്ക് മണി വന്ന് കുമിഞ്ഞു കൂടിയിട്ടുണ്ടോ? എന്നാൽ പേടിക്കണം. അടുത്തിടെ ഒരു പത്രപ്രവർത്തകൻ എന്നോട് പറഞ്ഞത് ബിലീവേഴ്സ് ചർച്ചിൻ്റെ തലവനായിരുന്ന യോഹന്നാൻ ഒരുപാട് പണം ബ്ലസ്സിയുടെ പക്കലുണ്ട്, യോഹന്നാൻ്റെ പണം ബ്ലസ്സിയുടെ പക്കലുണ്ട് എന്നും അതുകൊണ്ടാണ് യോഹന്നാൻ കാറിടിച്ച് മരിച്ചപ്പോൾ അന്ത്യയാത്രയും ഉപചാരവുമൊക്കെ സംവിധാനം ചെയ്യാൻ ലക്ഷങ്ങൾ മുടക്കി ബ്ലസ്സിയെ കൊണ്ട് അവർ ചെയ്യിച്ചതെന്ന് ഒരു പത്രപ്രവർത്തനാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് സംശയമില്ല, അത് ചിലപ്പോൾ ശരിയായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു.
അതുപോലെ തന്നെ തിരുവല്ല ടൗണിൽ കൂറ്റൻ കെട്ടിടം കെട്ടി, കോടിക്കണക്കിന് രൂപ ചിലവാക്കി കൂറ്റൻ കെട്ടിടം കെട്ടി. വാടകയ്ക്ക് എടുക്കാനുള്ള ബേസൊന്നും ബ്ലസ്സിക്കില്ല എന്നും ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു. പിന്നെ എപ്പോഴും എന്തിലും തമാശ പറയുന്ന ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോം മാർത്തോമയെ പറ്റി കോടികൾ മുടക്കി ഡോക്യുമെൻ്ററി ഇനത്തിലും ബ്ലസ്സിയാണല്ലോ സംവിധാനിച്ചത്. ബ്ലസ്സിക്ക് കോടികൾ കിട്ടി എന്നാണ് കരക്കമ്പി. ഇങ്ങനെയൊക്കെ കോടികൾ വന്നു ചേരുന്നുണ്ട് എങ്കിൽ EDയെ ബ്ലസ്സി പേടിക്കണം. അപ്പോൾ ദേശീയ അവാർഡൊന്നും കിട്ടിയില്ല എങ്കിലും മൗനി ബാബ ആവുന്നത് നല്ലത് തന്നെയാണ്. അതാണ് സേഫ് കളി എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ കൃസംഖ്യയായി നിൽക്കാൻ അറിയാമെങ്കിൽ ഒരു EDയും തിരുവല്ല മുക്കിപ്പോലും വന്ന് അന്വേഷിക്കില്ല. അവാർഡുകൾ, പുരസ്കാരങ്ങൾ, പദവികളെല്ലാം കിട്ടുകയും ചെയ്യും ബ്ലസ്സിക്ക്. സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ട് ഭാര്യയുടെയും ഡ്രൈവറുടെയും ഒക്കെ വോട്ട് തൃശ്ശൂരിലേക്ക് മാറ്റി കഷ്ടപ്പെട്ട് ജയിച്ചപ്പോൾ മതിലും ചാരി ഇരുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയും പോലെ ജോർജ് കുര്യനെയും കൂട്ടി സഹമന്ത്രിയാക്കിയ പോലെ ബ്ലസ്സി ഒരു കളി കളിച്ചാൽ സഹമന്ത്രി ആയില്ലെങ്കിലും രാജ്യസഭ MP ആകാം, PT ഉഷയെ പോലെ. ED പേടിയും മാറ്റാം. ആ വഴി വല്ലതും നോക്ക് എന്നാണ് ബ്ലസ്സിയോട് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഓമാർ ബ്ലസ്സിയെ പൂട്ടാൻ സാധ്യതയുണ്ട്. കണക്കിൽ പെടാത്തൊന്നും ഇല്ലെങ്കിൽ ബ്ലസ്സി പേടിക്കുകയും വേണ്ട. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ED പേടി കൊണ്ടാണ് ആടുജീവിതത്തിന് നല്ല ചിത്രത്തിൻ്റെയോ നല്ല നടൻ്റെയോ നല്ല സംവിധായകൻ്റെയൊക്കെ അവാർഡ് കിട്ടാതെ പോയിട്ടും ഞാൻ പ്രതികരിക്കാത്തത് എന്ന് പറഞ്ഞിരിക്കാതെ EDയെ എന്തിനു പേടിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് EDയെ പേടിയില്ല. കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടോ എൻ്റെ വീട്ടിൽ വന്ന് റെയ്ഡ് ചെയ്താലോ 10 പൈസ ഇല്ലല്ലോ. ചിലപ്പോൾ EDക്കാരന്മാർ പോകുന്നതിന് മുമ്പ് ഒരു 10,000 രൂപ എടുത്ത് എനിക്ക് തന്നിട്ട് പോകും, 5-6 ദിവസം നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. പക്ഷേ ബ്ലസ്സിക്ക് പേടിയുണ്ടെങ്കിൽ ബ്ലസ്സിയുടെ കയ്യിൽ കണക്കിൽപ്പെടാത്ത കാശുണ്ട്, വരുമാനമുണ്ട്. ഈ പറഞ്ഞ തിരുവല്ല ജംഗ്ഷനിലുള്ള ജുവലറിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വലിയ കൂറ്റൻ കെട്ടിട സമുച്ചയം അടക്കം എവിടെ നിന്നുണ്ടായി എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അതുകൊണ്ടായിരിക്കും ബ്ലസ്സി ആടുജീവിതത്തിന് പുല്ല് അവാർഡ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം മിണ്ടണ്ടായെന്ന് തീരുമാനിച്ചതെന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ബ്ലസ്സി സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.